ശ്രദ്ധിക്കുക, നമ്മുടെ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്നുള്ള പാഠത്തിലത്തെ അവസാനത്തെ ഒരു ടോപ്പിക്കാണ് എന്ത് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ. ഇത് നമ്മുടെ 4 മാർക്കിന്റെ 5 മാർക്കിന്റെ ഒക്കെ സെക്ഷനിൽ ഇടയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. അപ്പൊ ഈ ബോർഡിൽ കാണുന്ന പോലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പടക്കം വരച്ച് എഴുതി വെക്കണം, എന്നാലേ നമുക്ക് ഇതിന്റെ 4 മാർക്കോ 5 മാർക്കോ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ, ഇപ്പൊ എന്റെ കയ്യിൽ ഗാൽവനോമീറ്റർ ഇല്ല, അമ്മീറ്റർ ഉണ്ട്, അത് വെച്ചിട്ടൊന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഓക്കെ, അപ്പൊ എന്താണ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനത് ഉപയോഗിക്കുന്നത്? ഒരു സർക്യൂട്ടിൽ കറണ്ട് ഉണ്ടോ എന്നറിയാനായിട്ടാണ് നമ്മൾ ഈ സാധനം ഉപയോഗിക്കുന്നത് കേട്ടാ. ഒരു സർക്യൂട്ടിൽ കറണ്ട് ഉണ്ടോ, അല്ലെങ്കിൽ കുഞ്ഞു കറണ്ടിനെ മെഷർ ചെയ്യാനും പറ്റും കേട്ടോ. ഒരു സർക്യൂട്ടിൽ കറണ്ട് ഫ്ലോ ഉണ്ടോ എന്ന് മെഷർ ചെയ്യാനായിട്ടാണ് നമ്മൾ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ ഉപയോഗിക്കുന്നത്. അതിന്റെ ഷോർട്ട് ഫോം ആണ് MCG. അപ്പൊ നമ്മുടെ പരീക്ഷയ്ക്ക് എക്സ്പ്ലെയിൻ അബൌട്ട് MCG എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതി വെക്കണം വിച്ച് ഈസ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ ആണ്. അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി വെക്കണം. ഓക്കെ, പടം മസ്റ്റ് ആയിട്ട് വരയ്ക്കണം. അപ്പോ ഇതെന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ നോക്കുക, ഇപ്പൊ ഡിഫ്ലക്ഷൻ ഒന്നുമില്ല. ഞാൻ ഇതിനെ ഒരു ബാറ്ററിമേക്ക് കണക്ട് ചെയ്യണം കേട്ടോ. അതേപോലെ ദേ മക്കളെ ഒരു ബാറ്ററിമേക്ക് കണക്ട് ചെയ്യാണ്. ഈ ബാറ്ററിമേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഞാൻ കണ്ട കാഴ്ച നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. കണക്ട് ചെയ്തപ്പോൾ നോക്കി, കണക്ഷൻ കൊടുക്കുമ്പോൾ അതേ ഡിഫ്ലക്ട് ചെയ്യണം അല്ലേ, കണക്ഷൻ കൊടുക്കുമ്പോൾ അതേ ഡിഫ്ലക്ട് ചെയ്യണം അല്ലേ. ഇത്രയ്ക്കുള്ള അതിന്റെ പരിപാടി അല്ലെ. അപ്പൊ കറണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നീഡിൽ എന്ത് ചെയ്യും, അതേപോലെ ഡിഫ്ലക്ട് ചെയ്യും. അപ്പൊ ആ ഡിഫ്ലക്ട് ചെയ്ത് നമുക്ക് മനസ്സിലാക്കണം സർക്യൂട്ടിൽ എന്തുണ്ടെന്ന്, കറണ്ട് ഉണ്ടെന്നുള്ള കേസ് നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ എന്താണ് ഇതിന്റെ പ്രവർത്തന തത്വം, വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ സംഗതി? ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡില് അല്ലെ, ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ നമുക്കറിയാം നോർത്ത് പോള് സൗത്ത് പോള്, അതിനകത്ത് നിങ്ങൾ ഒരു റെക്ടാങ്കുലർ ലൂപ്പ് പ്ലേസ് ചെയ്തെന്ന് വിചാരിക്കുക, കറണ്ട് ക്യാരിയിങ് റെക്ടാങ്കുലർ ലൂപ്പ് പ്ലേസ് ചെയ്തെന്ന് വിചാരിക്കാം. അങ്ങനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. അതാണ് അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഇത് ഇടയ്ക്ക് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ അത് അങ്ങനെ തന്നെ എഴുതി വെക്കണം കേട്ടോ. പിന്നെ കറണ്ട് ക്യാരിയിങ് റെക്ടാങ്കുലർ ലൂപ്പ് ഈസ് പ്ലേസ്ഡ് ഇൻ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്, ഇറ്റ് എക്സ്പീരിയൻസ് എ ടോർക്ക്. അതാണ് അതിന്റെ പ്രിൻസിപ്പിൾ, പ്രവർത്തന തത്വം. ഇതിന്റെ ഫിഗർ എങ്ങനെയാ മക്കളെ വരാം? ഇതിന്റെ ഫിഗർ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിലിണ്ട്രിക്കൽ സോഫ്റ്റ് അയൺ കോർ ഉണ്ട് കേട്ടാ. ഒരു സിലിണ്ട്രിക്കൽ സോഫ്റ്റ് അയൺ കോർ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇത് ഇമാജിൻ ചെയ്യുക, ഇത് സിലിണ്ട്രിക്കൽ ഷേപ്പ് ആണ് അല്ലെ എന്ന് വിചാരിക്കാം. അതിന്റെ മേലെ ഒരു വയർ ഇങ്ങനെ തേടാ ഇങ്ങനെ അല്ലെ, ഒരു കറണ്ട് ക്യാരിയിങ് വയർ ഇങ്ങനെ ചുറ്റിയിരിക്കുകയാണ് കേട്ടാ. ഈ കറണ്ട് ക്യാരിയിങ് വയർ ഇങ്ങനെ ചുറ്റി കഴിഞ്ഞാൽ ഇത് എന്ത് ഷേപ്പാ മക്കളെ? ഈ വയറിന് റെക്ടാങ്കുലർ ഷേപ്പാണ് അല്ലെ. എന്ത് ഷേപ്പാണ്? റെക്ടാങ്കുലർ ഷേപ്പാണ്. ഇതിന്റെ ഇപ്പുറത്തെ ഭാഗത്തും സ്പ്രിങ് ഉണ്ട്. എന്താ? കോയിൽ സ്പ്രിങ് ആണ് കേട്ടോ. കോയിൽ സ്പ്രിങ് എന്ന് പറഞ്ഞാൽ ടോയ് കാറിലൊക്കെ നമ്മൾ ഇങ്ങനെ തിരിച്ചിട്ട് നമ്മൾ വണ്ടി വിടില്ലേ, അപ്പൊ അതിന് വിളിക്കുന്ന പേരാണ് കോയിൽ സ്പ്രിങ് എന്ന് പറഞ്ഞത്. ഇപ്പുറത്തും എന്തുണ്ട്? സ്പ്രിങ് ഉണ്ട്. ആ സ്പ്രിങ് ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഭാഗത്ത് നീഡിലുണ്ട്, കുഴപ്പമുണ്ടാ? അപ്പൊ കറണ്ട് പോകുമ്പോ എന്താ സംഭവിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ റെക്ടാങ്കുലർ ലൂപ്പിന് ഒരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. ഓക്കെ, ആ ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഈ ലൂപ്പ് മാത്രം ഈ വയർ മാത്രം കിടന്നിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ തിരിയും. ഓക്കെ, ഈ വയർ മാത്രം ഈ എന്ത് ചെയ്യൂടാ, ഈ സിലിണ്ടറിക്കൽ സോഫ്റ്റ്വെയർ കൂടെ അങ്ങനെ തന്നെ നിൽക്കും. ഈ വയർ മാത്രം ഇങ്ങനെ കിടന്നിട്ട് തിരിയും. ആ വയർ തിരിയുമ്പോൾ അതിനോടൊപ്പമുള്ള നീഡിൽ എന്ത് ചെയ്യും? തിരിയും. ആ നീഡിൽ തിരിഞ്ഞുകൊണ്ടിരുന്നാ മതിയാ, പോരാ അല്ലെ, എവിടെയെങ്കിലും നിൽക്കണം അല്ലെ. ഇങ്ങനെ തിരിയുമ്പോൾ എന്താ സംഭവിക്കാന്നറിയോ? ഈ സ്പ്രിങ് ടൈറ്റ് ആവും. അങ്ങനെ ഈ സ്പ്രിങ് ടൈറ്റ് ആവുമ്പോ ഒരു കൗണ്ടർ ടോർക്ക് ഉണ്ടാക്കും, തിരിച്ചൊരു ടോർക്ക് ഉണ്ടാക്കും. അപ്പൊ അങ്ങനെ ഇപ്പുറത്ത് നിന്നുള്ള ടോർക്കിനെ ഒരു കൗണ്ടർ ടോർക്ക് വെച്ചിട്ട് അവൻ സ്റ്റോപ്പ് ചെയ്യും അല്ലെ. അപ്പൊ അത് എവിടെയാണ് നിൽക്കുന്നത്? അപ്പൊ സപ്പോസ് ഇപ്പൊ 3-ലാണെങ്കിൽ നമുക്ക് 3 മില്ലി ആംപിയർ ഒക്കെ എന്ത് കറണ്ട് ഡിക്റ്റേറ്റ് ചെയ്തിട്ട് നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ എന്താണ് ഈ ടോർക്കിന് ഒരു പ്രത്യേകതയുണ്ട്, അത് എപ്പോഴും മാക്സിമം ആയിരിക്കും. അതെങ്ങനെ മാക്സിമം ആവും എന്നറിയോ നിങ്ങൾക്ക്? അതെങ്ങനെ മാക്സിമം ആവും എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ ശ്രദ്ധിക്കാം മക്കളെ, നമ്മുടെ ഇവിടെ ഹോഴ്സ് ഷൂ മാഗ്നറ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. ഈ ഹോഴ്സ് ഷൂ മാഗ്നറ്റ് ഉപയോഗിച്ചാലുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നോക്കിയാൽ നമ്മുടെ ലൂപ്പ് ഇങ്ങനെ ഇരിക്കാന്ന് വിചാരിക്കാം. ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈനും ഇതും പാരലൽ ആയിരിക്കും. ഈ പാരലൽ ആയിരിക്കുമ്പോഴാണ് തൊട്ടുമുന്നത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും മാക്സിമം ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ഇത് ഇനി ഇങ്ങനെ തിരിഞ്ഞിട്ട് ഈ ലൂപ്പ് ചേട്ടൻ ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇങ്ങനെ വന്നാലോ, അപ്പോഴും ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈനും ഇത് പാരലൽ ആയിരിക്കും. അപ്പോഴും ടോർക്ക് മാക്സിമം ആവും. ഇനി ഇങ്ങനെ ഇരുന്നാലോ,
ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പോഴും ഇതും ആയിട്ട് ഇതെന്തായി പാരലായി, സദാസമയം പാരലായിരിക്കും. പാരലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോർക്ക് എപ്പോഴും മാക്സിമം ആയിരിക്കും. ആ മാക്സിമം ടോർക്ക് കണ്ട മക്കളെ അപ്പിൻ. ഓക്കെ, അപ്പൊ തിരിയുമ്പോൾ സ്പ്രിങ് ഒരു കൗണ്ടർ ടോർക്ക് ഉണ്ടാക്കുന്നുണ്ട്. ആ കൗണ്ടർ ടോർക്ക് ആണ് മക്കളെ K5. ക്യാനെ വിളിക്കുന്ന പേരാണ് സ്പ്രിങ് കോൺസ്റ്റന്റ് എന്നൊക്കെ നമ്മൾ അതിനെ പറയും കേട്ടാ. അപ്പൊ ഇതില് ഫൈ ഇസ് ഈക്വൽ ടു, ഫൈനെ വിളിക്കുന്ന പേരാണ് ഡിഫ്ലക്ഷൻ, എന്തോരം ഡിഫ്ലക്ട് ചെയ്യുന്നു, ഇതാണ് ഫൈ. അപ്പൊ K5 ഇസ് ഈക്വൽ ടു അബിൻ, ഫൈ ഇസ് ഈക്വൽ ടു ABIN/K. മനസ്സിലാക്കടാ, ഇതില് ഏരിയ കോൺസ്റ്റന്റ് ആണ്, മാറാൻ പോകുന്നില്ല. മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആണ്, മാറാൻ പോകുന്നില്ല. ഇനി നമ്മുടെ ഇതിൽ കൂടെ പോകുന്ന നമ്പർ ഓഫ് ടേൺസ് അത് കോൺസ്റ്റന്റ് ആണ്, മാറാൻ പോകുന്നില്ല. K എന്ന് പറഞ്ഞ സ്പ്രിംഗ് കോൺസ്റ്റന്റ്, അതും മാറാൻ പോകുന്നില്ല. ദാറ്റ് ഈസ് ഫൈ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻടു ഐ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ഫൈ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ. എന്താ അതിന്റെ അർത്ഥം എന്നറിയോടാ? കറണ്ട് കൂടിക്കഴിഞ്ഞാൽ ഡിഫ്ലക്ഷൻ കൂടും. ഈ ഫൈ എന്താ സംഗതി? ഈ ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് ഡിഫ്ലക്ഷൻ. ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് ഡിഫ്ലക്ഷൻ. കറണ്ട് കൂടിക്കഴിഞ്ഞാൽ ഡിഫ്ലക്ഷൻ കൂടും. ഇതാണ് ഇതിന്റെ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കണം. യൂസ് എന്താണ്, പ്രിൻസിപ്പിൾ എന്താണ്, റീസൺ ഫോർ റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ്. റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ഇവനും പാരലൽ ആവുമ്പോഴാണ് മാക്സിമം ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുക. തൊട്ട് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പഠിച്ചു വെക്കണം. പ്ലെയിൻ ഓഫ് കോയിൽ ബിക്കം ഓൾവേസ് പാരലൽ ടു മാഗ്നറ്റിക് ഫീൽഡ്, സോ ടോർക്ക് ഈസ് മാക്സിമം. ഇതാണ് പോയിന്റ്. എപ്പോഴും 1 മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ അത്. ഓക്കെ, ഇതിന്റെ ഇവിടെ ഉള്ള ഇക്വേഷൻ ഇതാണ്. ഫൈ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ എന്ന് പറയുന്ന സംഗതി. ഓക്കെ, ഇനി കൺവേർഷൻ ഓഫ് എ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ ഇൻ ടു അമ്മീറ്റർ. റിപ്പീറ്റഡ് 2 മാർക്ക് ക്വസ്റ്റ്യൻ ഫോർ അവർ ബോർഡ് എക്സാം. ഓക്കെ, ഒരു ഗാൽവനോമീറ്ററിനെ എങ്ങനെ അമ്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാടോ? എങ്ങനെ കൺവേർട്ട് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഹാവ് ടു കണക്ട്. ഇതാണ് നമ്മുടെ ഗാൽവനോമീറ്റർ എന്ന് വിചാരിക്കുക. നമ്മുടെ ഈ ഗാൽവനോമീറ്ററിന് പാരലൽ ആയിട്ട് ഒരു സ്മോൾ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യണം. ദാറ്റ് സ്മോൾ റെസിസ്റ്റൻസ് ഈസ് കോൾഡ് ഷണ്ട് റെസിസ്റ്റൻസ്. എത്ര ഷണ്ട് റെസിസ്റ്റൻസ് വേണ്ടേ? നമുക്ക് കാൽക്കുലേഷൻ ചെയ്ത് ഇക്വേഷൻ ഉണ്ടാക്കാം. സപ്പോസ് ഈ സർക്യൂട്ടിൽ വരുന്ന കറണ്ട് ഐ ആന്ന് വിചാരിക്കടാ. കുറച്ച് കറണ്ട് ഇങ്ങോട്ട് പോയി, IG. ബാക്കിയുള്ള കറണ്ട് എത്രയാണോ? I മൈനസ് IG കറണ്ട് ഇങ്ങോട്ട് ഒഴുകിയിട്ടാ. IG ഇങ്ങോട്ട് പോയാൽ ബാക്കി ഐയിൽ ആരുണ്ട്? I മൈനസ് IG കറണ്ട് ഇങ്ങോട്ട് പോയി. പ്രശ്നം ഉണ്ടാ? ഇനി നമുക്കൊരു കാര്യം അറിഞ്ഞിരിക്കണം നിങ്ങൾ. ഇതാണ് നമ്മുടെ ഓംസ് ലോ ട്രയാങ്കിൾ VIR. ഇതിൽ V is equal to IR ആണ്. പാരലൽ കണക്ഷനിൽ ഒരു പ്രത്യേകതയുണ്ട്. പാരലൽ കണക്ഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് ഈസ് സെയിം അക്രോസ് ഈച്ച് റെസിസ്റ്റർ. എല്ലാത്തിനും അക്രോസ് ഉള്ള വോൾട്ടേജ് എന്തായിരിക്കണോ? സെയിം ആയിരിക്കും. അതായത് ഞാനിവിടെ ഇതാണ് ഇതിനെ മോഡിഫൈ ചെയ്തിട്ടുള്ള സംഗതി ആയിട്ട് എഴുതാൻ പോകുന്നത്. ദാറ്റ് ഈസ് IG ഇൻടു ഇതിന്റെ റെസിസ്റ്റൻസ് G ഈക്വൽ ടു I മൈനസ് IG ഇൻടു ഷണ്ട് റെസിസ്റ്റൻസ് S. നമുക്ക് ഷണ്ട് റെസിസ്റ്റൻസ് വേണ്ടേ? വിച്ച് ഇസ് ഈക്വൽ ടു IG ബൈ I മൈനസ് IG. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. പ്രോബ്ലംസ് ഒക്കെ ചോദിക്കൂട്ടോ മക്കളെ, പഠിക്കണം കേട്ടോ. G ബൈ I മൈനസ് IG. എല്ലാ ഡാറ്റയും തരും. ഷണ്ട് റെസിസ്റ്റൻസ് കണ്ടെത്താൻ ചോദിക്കും. അത് ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യണം, എക്സാമിന് ചോദിക്കും. ഓക്കെ, ഇനി ഇതേപോലത്തെ ഒരു കൺവേർഷൻ കൂടിയുണ്ട്. അത് നമുക്ക് അടുത്ത പേജിലായിട്ട് എഴുതാം. ഓക്കെ, മക്കളെ ശ്രദ്ധിക്കുക, എങ്ങനെ നമുക്കൊരു ഗാൽവനോമീറ്ററിനെ വോൾട്ട് മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. നമ്മുടെ പരീക്ഷയ്ക്ക് 2 മാർക്കിന് ചോദിക്കുന്ന മറ്റൊരു ചോദ്യട്ടാ. ഓക്കെ, 2 മാർക്കിന് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണത്. അപ്പൊ ഇതെന്താ, എങ്ങനെ കൺവേർഷൻ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ A എന്നുള്ള പോയിന്റും B എന്നുള്ള പോയിന്റും ഇതിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യണം. എന്റെ കയ്യിൽ ഗാൽവനോമീറ്റർ ഉള്ളൂ. ഇതിന് എങ്ങനെ കൺവേർട്ട് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗാൽവനോമീറ്ററിന് സീരീസ് ആയിട്ട് നിങ്ങൾ ഒരു ലാർജ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യണം, R. Now it become a വോൾട്ട് മീറ്റർ. ഇതിപ്പോ എന്തായിടോ മക്കളെ? വോൾട്ട് മീറ്റർ ആയി. അപ്പൊ നമുക്ക് സീരീസ് കണക്ഷന്റെ കേസ് അറിയാം. എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്താം? ഇക്വേഷൻ R1 പ്ലസ് R2 ആണ്. ഇവിടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെയാ മക്കളെ കണ്ടെത്താടാ? എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടെത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഇസ് ഈക്വൽ ടു R പ്ലസ് G. ഓക്കെ, നമ്മുടെ കയ്യിൽ ഓംസ് ലോ ട്രയാങ്കിൾ ഉണ്ട്. ഇതേ മക്കളെ എടുക്കുന്നത് VIR അല്ലെ? ഇതില് നമുക്ക് ഇക്വേഷൻ V is equal to എന്താ ഇക്വേഷൻ? V equal to IR. ഇതിവിടെ കൂടെ പോകുന്ന കറണ്ട് ആണ് ഗാൽവനോമീറ്റർ കറണ്ട്, വിച്ച് ഈസ് IG. പ്രോബ്ലം ഉണ്ടാ? അങ്ങനെയാണെങ്കിൽ ഇവിടെ V സമം IG ഇൻടു R എഫക്റ്റീവ് ചെയ്യണം നമ്മള്. ദാറ്റ് ഈസ് V സമം IG ഇൻടു R എഫക്റ്റീവ് എത്രയുണ്ടോ? R പ്ലസ് G.
ഓക്കെ, ഇനി ഐ ജിന് ഇപ്പുറത്തേക്ക് എടുക്കടാ. വി ബൈ ഐ ജി ഇസ് ഈക്വൽ ടു ആർ പ്ലസ് ജി. എത്രയുടെ ആണ് റെസിസ്റ്റൻസ് വേണ്ടത്? ഇവിടെ നമ്മൾ എത്രയുടെ ഷണ്ട് റെസിസ്റ്റൻസ് എന്നുള്ള കാൽക്കുലേറ്റ് ചെയ്തത് അല്ലെ. ഇവിടെ എത്രയുടെ ആണ് ലാർജ് റെസിസ്റ്റൻസ് വേണ്ടത്? നിങ്ങൾ എങ്ങനെയാണ് കിട്ടുക? ആർ ഈക്വൽ ടു വി ബൈ ഐ ജി മൈനസ് ജി. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ഹ്യൂജ് റെസിസ്റ്റൻസ്. അപ്പൊ ഈ രണ്ട് കേസ് അറിഞ്ഞിരിക്കണം കേട്ടാ. എന്താണ്? ഗാൽവനോമീറ്ററിനെ അമീറ്റർ ആക്കി മാറ്റാനായിട്ട് സ്മോൾ റെസിസ്റ്റൻസ് കോൾഡ് ഷണ്ട് റെസിസ്റ്റൻസ്, സ്മോൾ റെസിസ്റ്റൻസ് കോൾഡ് ഷണ്ട് റെസിസ്റ്റൻസ് പാരലൽ ടു ഗാൽവനോമീറ്റർ. ഇനിയോ ഒരു ഗാൽവനോമീറ്ററിനെ വോൾട്ട്മീറ്റർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഒരു ലാർജ് റെസിസ്റ്റൻസ് ആർ ഇൻ സീരീസ് വിത്ത് ഗാൽവനോമീറ്റർ. ഈ രണ്ട് കേസും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഓക്കെ മക്കളെ, അപ്പൊ നമുക്കൊരു സ്റ്റോറി അറിയാം. എന്തായിരുന്നു? നമ്മുടെ ഗാൽവനോമീറ്ററിലേക്ക് ഒരു കറണ്ട് പാസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഡിഫ്ലക്ഷൻ ഉണ്ടാവും അല്ലെ. ഇതേപോലെ മക്കളെ, ഇതേപോലെ ഡിഫ്ലക്ഷൻ ഉണ്ടാവും അല്ലെ. ഓക്കെ, ഡിഫ്ലക്ഷൻ ഉണ്ടാവും അല്ലെ. ശ്രദ്ധിക്ക, രണ്ട് കുഞ്ഞ് ടേം പറയാനായിട്ടാ. എന്താണ് കറന്റ് സെൻസിറ്റിവിറ്റി, അതുപോലെ എന്താണ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. ഓരോ മാർക്കിന് ചോദിക്കുള്ളൂ, പ്രോബ്ലംസ് ഒന്നും അങ്ങനെ ചോദിക്കാറൊന്നുമില്ല കേട്ടോ. ഇക്വേഷൻ ഒന്ന് എഴുതി വെച്ചാൽ നല്ല കാര്യം. ഈ സെന്റൻസ് ഒക്കെ 1, 2, 3, 5 വേർഡ്സ് ഉള്ളൂ, ഈസിയാണ് പഠിക്കാൻ അല്ലെ. കറന്റ് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, 1 ആംപിയർ കറണ്ട് ഗാൽവനോമീറ്ററിലേക്ക് കടക്കുമ്പോൾ എത്ര ഡിഫ്ലക്ട് ചെയ്യുന്നു, അതിനെ വിളിക്കുന്ന പേരാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറന്റ് സെൻസിറ്റിവിറ്റി. എന്താ അപ്പൊ ഡിഫൈൻ ചെയ്യാ? ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ്ഡ് പെർ യൂണിറ്റ് കറണ്ട്. യൂണിറ്റ് കറണ്ട് എന്ന് പറയുമ്പോൾ 1 ആംപിയർ, 1 ആംപിയർ. യൂണിറ്റ് കറണ്ട് ഫ്ലോ ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ 1 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ എത്രമാത്രം ആ നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്നൂടാ, അതിനെ വിളിക്കുന്ന പേരാണ് കറന്റ് സെൻസിറ്റിവിറ്റി. ഓക്കെ, അതേപോലെ 1 യൂണിറ്റ് വോൾട്ടേജ് അഥവാ 1 വോൾട്ടിന് എത്ര ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നു, അതിനെ വിളിക്കുന്ന പേരാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. അപ്പോ കറന്റ് സെൻസിറ്റിവിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 5/I = NAB/K. വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5/V = NAB/K. കൂടെ ഒരാളും കൂടി ഉണ്ട്, RKR. ഇക്വേഷൻസ് പഠിച്ചു വയ്ക്കാന്നുള്ളൂ, പ്രോബ്ലംസ് ഒന്നും അങ്ങനെ ചോദിക്കില്ല. ഈ രണ്ട് സ്മോൾ ഡെഫിനിഷൻ ഒന്ന് പഠിച്ചു വെച്ചോളൂ, 1 മാർക്കിന്റെ സെക്ഷനിലൊക്കെ ചോദിക്കും കേട്ടോ. അപ്പൊ യൂണിറ്റ് കറണ്ടിനുള്ള ഡിഫ്ലക്ഷൻ ആണ് കറന്റ് സെൻസിറ്റിവിറ്റി, യൂണിറ്റ് വോൾട്ടേജിനുള്ള ഡിഫ്ലക്ഷൻ ആണ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. ഓക്കെ, ഇത് പഠിച്ചാൽ മക്കളെ ഉറപ്പായിട്ടും ഒരു 4-5 മാർക്ക് കിട്ടും ഈ വീഡിയോ പഠിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, താങ്ക് യു.